തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം 10 മണിയോടെ പത്തനംതിട്ട ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിക്കും. അവിടെ നിന്നും വിലാപയാത്രയായി ഇലന്തൂരിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കും. ഇപ്പോൾ സംസ്കാര ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം 1 മണിക്കൂറിനകം ബോഡി ഏറെക്കുറെ ഓമലൂരിലെത്തും. അത് കഴിഞ്ഞ് 10 മണിക്ക് ഇലന്തൂർ ചന്ത മാർക്കറ്റ് ജംഗ്ഷനിൽ വന്നതിന് ശേഷം വിലാപയാത്രയായി ഭവനത്തിലേക്ക് എത്തിച്ചേരും. ഭവനത്തിൽ എത്ര സമയം പൊതുദർശനം ഉണ്ടായിരിക്കും? 12:30 ഭവനത്തിൽ നിന്നും പള്ളിയിലേക്ക് യാത്രയാവും. സംസ്കാര ശുശ്രൂഷയുടെ ക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ വന്ന ശേഷം ഒരു ക്രമം ഉണ്ട്. അഭിമന്യ ദിയസ്കോറസ് തിരുമേനി കോട്ടയം ഭദ്രാസനാധിപൻ പരിശുദ്ധ ബാബായ്ക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നുണ്ട്. അഭിമന്യ ജോസഫ് മാർ ദിവന്യാസിസുവിന് കൊല്ലം ഭദ്രാസനം രണ്ടുപേരും വീട്ടിലെ ശുശ്രൂഷകൾ കാർമ്മികത്വം വഹിക്കും. അതിനുശേഷം 12:00 1 മണിക്കകം പള്ളിയിലെത്താൻ വിലാപയാത്ര എത്താനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. 56 വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം ഹിമാചലിലെ മഞ്ഞുമലയിൽ നിന്നും കണ്ടെത്തിയത്. സംസ്കാര ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.